മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ്. ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ സ്ഥിതി സ്ഫോടനാത്മകമായി മാറുകയാണ്. ജനകീയ സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ കുക്കി മേഖലകളിൽ വൻ സംഘർഷം ഉടലെടുക്കുന്നു. ഉപമുഖ്യമന്ത്രി നെംച കിപ്ജൻ അടക്കം മന്ത്രിസഭയിൽ ചേർന്ന 3 MLA-മാരെ കൊലപ്പെടുത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുക്കി സായുധ സംഘങ്ങൾ. നിലവിലെ ഉപമുഖ്യമന്ത്രിയെ വകവരുത്തിയാൽ 20 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് രാഷ്ട്രപതി ഭരണം നമുക്കറിയാം, ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് മണിപ്പൂർ. അവിടെ അതിനുശേഷം BJP ആലോചിച്ച് കേന്ദ്രത്തിൽ വലിയ ചർച്ചയൊക്കെ നടത്തി 2 സംഘടനകളുടെയും പ്രതിനിധികളെയും വിളിച്ചിരുത്തിയതിന് ശേഷമാണ് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടെ എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതായത് തങ്ങളുടെ ഒപ്പം നിന്നിട്ട് മന്ത്രിസഭയിൽ ചേർന്ന MLA-മാരെ 3 MLA-മാരെ അടക്കം ഊരുവിലക്ക് നടത്തിയിരിക്കുകയാണ് കുക്കി സംഘടനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് സാക്ഷാൽ അമിത്ഷാ നേരിട്ടിടപെട്ടിട്ടും ഈ വിഷയം പരിഹരിക്കാൻ ആകുന്നില്ല. കുക്കി സ്വാധീന മേഖലയായ ചുരാചന്ദ്പൂരിൽ പോലീസിന് നേരെ വ്യാപകമായി കല്ലെറിയുന്ന പശ്ചാത്തലമുണ്ട്. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് സേനയ്ക്ക് സാധിക്കുന്നില്ല. തുടർന്ന് പോലീസ് പിന്തിരിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കുക്കി മേഖലകളിൽ അടച്ചിടലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ കുക്കി മേഖലകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ രാജിവെക്കണം. കുക്കി MLA-മാർ മന്ത്രിസഭയിൽ ചേർന്നവർ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ്. ഒപ്പം സ്വയംഭരണ പ്രദേശം അനുവദിക്കണമെന്ന നിലപാടിൽ കുക്കികളിലെ വലിയൊരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കേണ്ടത്. രാഗേഷ്, വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മണിപ്പൂർ കടക്കുകയാണ്. 1 വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണം, നിരവധി സംഘർഷങ്ങൾ, കലാപങ്ങൾ, മരണങ്ങൾ, അതിനുശേഷം ഒരു കോംപ്രമൈസ് എന്ന രീതിയിൽ പുതിയ സർക്കാർ, പുതിയ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നു. അവിടെയും പരിഹാരമാകാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്? രഞ്ജിത്ത്, 2023 മണിപ്പൂരിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. മെയ്തൈ വിഭാഗവും ഒപ്പം തന്നെ കുക്കി വിഭാഗങ്ങളും തമ്മിലായിരുന്നു ഈ കലാപം ഏറ്റുമുട്ടൽ നടന്നത്. 260 പേർ കൊല്ലപ്പെട്ടു, നൂറുകണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഗുരുതരമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു മണിപ്പൂർ. അതിനിടയിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഫെബ്രുവരി 9 രാജിവെച്ചു. അദ്ദേഹം ഈ സംഘർഷ നാളുകളിലൊക്കെ തന്നെ വലിയ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മെയ്തൈ വിഭാഗത്തിലുള്ള നേതാവായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളൊക്കെ തന്നെ പല ഘട്ടത്തിൽ വിമർശന വിധേയമായിരുന്നു. പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധം ശക്തമാവുകയും പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. പിന്നീട് 1 വർഷം രാഷ്ട്രപതി ഭരണത്തിലൂടെയാണ് മണിപ്പൂർ കടന്നുപോയത്. ആദ്യം ഫെബ്രുവരി 13 രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ അതിൻ്റെ കാലാവധി 6 മാസം കൂടി നീട്ടി. ഇപ്പോൾ ഈ വരുന്ന 13 വീണ്ടും രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അവിടെ പുതിയ സർക്കാർ അധികാരമേറ്റത്. നേരത്തെ തന്നെ ചർച്ചകൾ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖേംചന്ദ് മുഖ്യമന്ത്രിയായിക്കൊണ്ട്, മെയ്തൈ വിഭാഗത്തിലുള്ള നേതാവാണ് അദ്ദേഹം, മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ സർക്കാരിൽ ഉപമുഖ്യമന്ത്രി ഉണ്ട്. ഈ ഉപമുഖ്യമന്ത്രി കുക്കി വിഭാഗത്തിനുള്ള നേതാവാണ് നെംച കിംകെൻ എന്ന് പറയുന്ന വനിതാ നേതാവ്. സ്വാഭാവികമായും അവരും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മണിപ്പൂർ ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവർ 2 കുക്കി വിഭാഗത്തിലുള്ള മറ്റു 2 MLA-മാർക്കൊപ്പം ഇംഫാലിലെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിട്ടുള്ളത്. നേരത്തേക്ക് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ആണെങ്കിൽ ഇപ്പോൾ സ്വന്തം വിഭാഗത്തു നിന്നുള്ള MLA-ക്കും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രിമാർക്കെതിരെയുമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. അതിൻ്റെ കാരണം മെയ്തൈ വിഭാഗത്തിലുള്ള നേതാവാണ് മുഖ്യമന്ത്രി. മാത്രമല്ല, ഈ സർക്കാരിൽ ഇപ്പോൾ ഭാഗമായതിനാണ് കുക്കി സംഘടനകൾ വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം സ്വയംഭരണം വേണം, ഇംഫാലിലാണ് നിലവിൽ തലസ്ഥാനം. അപ്പോൾ ഇംഫാലിൽ നിന്ന് മാറി ഒരു സ്വയംഭരണം വേണമെന്നൊക്കെ ആവശ്യം കുക്കികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇംഫാൽ താഴ്വര എന്ന് പറയുന്നത് മെയ്തൈ വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. അതിൽ നിന്ന് മാറി കുക്കികൾക്ക് സ്വയംഭരണം എന്നൊരു ആവശ്യം, അല്ലെങ്കിൽ കുറച്ചുകൂടി അവകാശങ്ങൾ വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് തീരുമാനമാകുന്നതുവരെ സർക്കാരിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാട് കുക്കി സംഘടനകൾ സ്വീകരിച്ചിരുന്നു. അത് ചെവിക്കൊള്ളാതെ അധികാരത്തിൻ്റെ ഭാഗമായി അതിനെയാണ് ഇപ്പോൾ വലിയ തോതിൽ വിമർശനവും ഒപ്പം തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഷേധവുമായി തന്നെ കുക്കി സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സംശയം മറ്റൊന്നുമല്ല, ഈ ഡൽഹിയിൽ നടന്ന നിർണായകമായ പല ചർച്ചകളും നടന്നിരുന്നുവല്ലോ. ഈ ചർച്ചകളിലൊക്കെ കുക്കി വിഭാഗത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ കൂടി ആവശ്യപ്രകാരമാണ് അവരുടെ MLA-മാരെ അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതുമൊക്കെ. അത് അവർക്ക് സമ്മതമല്ലാതിരിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? അതിലെ ഈ കുക്കികളിൽ തന്നെ ഒരു വിഭാഗമാണോ ഇപ്പോൾ ഇത്തരം തീരുമാനങ്ങളെ എതിർക്കുന്നത്?
രഞ്ജിത്തെ, പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുക്കീസോ കൗൺസിൽ പ്രധാനപ്പെട്ട കുക്കി സംഘടനയാണ്. അവർ ഏതായാലും ഇത്തരത്തിൽ MLA-മാരെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ടാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സർക്കാരിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഗ വിഭാഗത്തിന് ഉപമുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം തന്നെ കുക്കി വിഭാഗത്തിന് ഉപമുഖ്യമന്ത്രി, മെയ്തേ വിഭാഗം അവിടെ ഭൂരിപക്ഷമാണ്. അതിൽ നിന്ന് നേരത്തെ ബിരേൻ സിംഗും മെയ്തേ വിഭാഗമായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്ന ഖേംചന്ദും മെയ്തേ വിഭാഗമാണ്. പക്ഷേ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ അങ്ങനെയല്ല, പഴയ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് കുക്കി വിഭാഗത്തിൻ്റെ സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ചുരാചന്ദ്പൂരാണ്, കുക്കികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഒപ്പം തന്നെ കാങ്പോക്പി, അവിടെയും വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട്. പെർസാവലിലും വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട്. അങ്ങനെ കുക്കി ഭൂരിപക്ഷ മേഖലകൾ ഒക്കെ തന്നെ വലിയ പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറുണ്ടായി. ചിലയിടങ്ങളിൽ ടയർ കത്തിച്ചുകൊണ്ടും റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ നടന്നു. അങ്ങനെ പഴയ നിലയിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാൻ ഏതായാലും വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. സുരക്ഷാ സേനയെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ബഹിഷ്കരണ ആഹ്വാനവും ചില സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും MLA-മാരെ ബഹിഷ്കരിക്കുക എന്നടക്കമുള്ള ആഹ്വാനങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായും ഒരു അയവിന് അല്ലെങ്കിൽ പ്രശ്നത്തെ പെട്ടെന്ന് പരിഹരിക്കുക വലിയ സങ്കീർണമായ കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് സംസ്ഥാനത്തിൻ്റെ നീക്കം. കേന്ദ്രവുമായി നിരന്തരം ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, സമ്പൂർണ്ണ അടച്ചുപൂട്ടലിന് ഒരു സംഘടന ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. JF7 എന്ന് പറയുന്ന ജോയിൻറ്റ് ഫോറം ഓഫ് 7 എന്ന് പറയുന്ന കുക്കി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഘടനയാണ്. അവരാണിപ്പോൾ താഴ്വര അടച്ചുപൂട്ടലിനുള്ള ഒരു ആഹ്വാനം ഇപ്പോൾ ഈ ഘട്ടത്തിൽ. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.